ഹേ ഗായ്സ്, ഇന്നാണ് ആ ദിവസം, വാലന്റൈൻസ് ഡേ. ക്ലാസ്സിന്റെ ഒരു കോണില് ചിലരൊക്കെ ഫോണിലാണ്, ചിലർക്ക് എന്തോ വലിയ അന്താരാഷ്ട്ര ചർച്ചയിലാണ്. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാല് ഞങ്ങളുടെ മിഡ് എക്സാം ആണ്. വെറും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള പഠിത്തമാണിത്. എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലാസ്സിൽ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്ററുകളുടെ മേളായിരുന്നു. ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയൊരു ലെറ്ററിൽ പോലും എന്റെ പേര് ആരും എഴുതിയില്ല. ഇക്കാര്യത്തിൽ എനിക്കൊരു വിഷമില്ല, പക്ഷെ വിഷമമുള്ള കുറച്ചുപേരുണ്ട്, പാവങ്ങൾ. കെട്ടിയും വീട്ടിലാത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഐശ്വര്യേച്ചി, ആരോടൊക്കെയുള്ള ദേഷ്യം ബോളിനോട് തീർക്കുന്ന വർഷ. അങ്ങനെ സംഭവബഹുലമായ ദിവസം ഉച്ച പിന്നിടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. എന്റെ കയ്യിലിരിപ്പിന്റെ ഫലമായിട്ട് വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ച വെച്ച വീട്ടിൽ ഇങ്ങനെ വരാത്തോണ്ട് ഇന്ന് വിളിച്ചു വരുത്തിയതാ. വാലന്റൈൻസ് ഡേക്ക് അല്ലേ അമ്മേ, വിഴിഞ്ഞ ഹാർബർ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പറയാൻ കാത്തിരുന്നത് പോലെയായിരുന്നു അമ്മ. പെട്ടെന്നായിരുന്നു യെസ്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ യെസ് കേട്ടല്ലോ, സന്തോഷമായി. വിഴിഞ്ഞത്ത് പോയി കടലുണ്ടപ്പോ അമ്മയ്ക്ക് കടലിലൊന്ന് ഇറങ്ങണം. അമ്മമാരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ പിള്ളേര് സാധിച്ചു കൊടുക്കണം. അതുകൊണ്ട് പിന്നെ നമ്മൾ കോവളം വരെ ഒന്ന് പോയി. മുന്നിൽ നിന്ന് നമ്മൾ നോക്കി 3 ചേട്ടന്മാരുണ്ടായിരുന്നു. അവന്മാരുടെ കൂടെ ഞങ്ങളും പുറകെ നടന്നു. എവിടെയൊക്കെ സ്നേഹമുണ്ടോ അവിടെയൊക്കെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കപ്പെടണം. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ.